സീമാജി നായരുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. നമ്മുടെ രേണുവിൻ്റെ മകൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് സംസാരിക്കാം. അതിനേക്കാൾ മുമ്പ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രേണുവിൻ്റെ വളരെ ദയനീയമായുള്ള ഒരു വീഡിയോ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഞാൻ ആൽബത്തിൽ അഭിനയിച്ചതാണോ കുഴപ്പം? അതാണോ കുഴപ്പം നിങ്ങളുടെ? എനിക്കറിയായിരുന്നു, എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും. ആൽബത്തിൽ അഭിനയിച്ചതാണോ കുഴപ്പം? അതാണോ കുഴപ്പം നിങ്ങളുടെ? എനിക്കറിയായിരുന്നു, എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. ഒരു ക്യാൻസർ പേഷ്യന്റിനെ ഇട്ട് ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളോട് ദൈവം ചോദിക്കാതിരിക്കട്ടെ. ഇത് നന്മ പറയുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കിൽ എന്തും നിങ്ങളുടെ ഉള്ളിലെ ജീർണിച്ച ക്യാൻസർ പോലാണ് നിങ്ങളുടെ ഫേസ്ബുക്കിലെ ചില ആളുകളുടെ കമന്റുകൾ. അത് എൻ്റെ ഈ ക്യാൻസറിനേക്കാൾ എത്രയോ നിങ്ങളുടെ ആ ജീർണിച്ച മനസ്സിന്റെ എഴുത്തുകൾ എത്രയോ ഭേദമാണ് എൻ്റെ ഈ ശരീരത്തിൽ പടർന്നു പിടിച്ച ഈ ക്യാൻസർ. ഞാൻ ഓർക്കുവാണ്, നിങ്ങൾ ദയവ് ചെയ്ത് നന്മ ചെയ്തില്ലേലും ദോഷം ചെയ്യാതിരിക്കുക. എനിക്ക് നടുവേദന എടുക്കും. അപ്പം സായിയോടും കുടുംബത്തോടും നന്ദി പറയുന്നു. അതുപോലെ ഒരുപാട് പേര് പറയാതെ പേര് പറഞ്ഞുമൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഒരുപാട് പേര് എന്താ പറയാ, എനിക്ക് വിഷമമുണ്ട്, എന്നെ കാണാൻ വരാത്തതിൽ വിഷമമുണ്ട്. കാരണം ഇന്നാണ് മനസ്സിലാക്കുന്നത് എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്. ഈ ഒരു കിടക്കേ കിടന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലൊരു അസുഖം വന്നപ്പം എന്നെ ഒന്ന് കൈത്താങ്ങ് പിടിക്കാൻ പൈസയല്ല സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്. രേണു, നിനക്ക് എങ്ങനെയുണ്ട്? മാസ്ക് വെച്ചിട്ട് അവിടെ നിന്ന് നിനക്ക് എങ്ങനെ ഉണ്ടടി, സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരാളെങ്കിലും അവരായിരിക്കും ഈ ക്യാൻസർ കഴിഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ, യഥാർത്ഥ സുഹൃത്തുക്കൾ. അല്ലാതെ എൻ്റെ നല്ല കാലത്ത് എൻ്റെ കൂടെ നടന്നവരല്ല. മനസ്സിലായോ? ക്യാൻസർ ആർക്കും വരാം. ഞാൻ ശ്രീവിദ്യ ചേച്ചിയുടെ ഫോട്ടോ ഇട്ട് ഞാൻ നിങ്ങൾക്ക് സൂചന തന്നു. അതുപോലെ ജിഷ്ണുവിന്റെ ഫോട്ടോ ഇട്ട് സൂചന തന്നു. ഇതൊക്കെ ഓരോ സൂചനകൾ മാത്രമായിരുന്നു. എനിക്കറിയായിരുന്നു ഇത്. മനസ്സിലായോ? അല്ലാതെ ഇത് പൊട്ടിമുളച്ച് പെട്ടെന്ന് വന്നതല്ല. എന്നെ ദൈവം ശിക്ഷിച്ചതല്ല. ഇത് ദൈവം എനിക്ക് വിശ്രമിക്കാനുള്ള ഒരു സമയമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ മനസ്സിനോട് ദൈവം സംസാരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നു. ഞാൻ രാത്രികളിൽ ഉറങ്ങാറില്ല. വേദന കൊണ്ട് ഞാൻ കരയുകയാണ് ഇവിടെ. ആ തിരുമേനി പാവം, അദ്ദേഹം വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് അനേകായിരം ദൈവമക്കളുടെ പ്രാർത്ഥനയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്യാൻസർ എന്നെ വിട്ടുപോയി എഴുന്നേറ്റ ആത്മീയ മക്കളുടെ ഇടയിൽ എന്തായാലും ഒരു സാക്ഷിയായിട്ട് ഞാൻ. സീമാജി നായർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സീമാജി നായരുടെ അമ്മ ക്യാൻസർ വന്നാൽ മരിച്ചത്. അതിനുശേഷം ക്യാൻസറുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എത്രയുണ്ടെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയ ആളാണ് സീമാജി നായർ. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, എവിടെ ആർക്ക് എന്ത് ക്യാൻസറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓടിയെത്തും. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ദുഃഖം അവരുടെ ദുഃഖമാക്കി മാറ്റിക്കൊണ്ട് അവിടെ പ്രവർത്തിക്കും. അതുപോലെ തന്നെ രേണുസുധീനെ സീമാജി നായർ ശ്രദ്ധിക്കാറൊന്നുമില്ല. അവരുടെ വീഡിയോ ഒന്നും ശ്രദ്ധിക്കാറില്ല, അവരെ നേരിട്ട് പരിചയമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ക്യാൻസർ വന്നതിന് ശേഷമാണ് അവരെ വീഡിയോകൾ കണ്ടു തുടങ്ങിയത്. അങ്ങനെ അവരെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്കരവും അതികഠിനവുമാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കിടക്കുന്ന ആ രേണുവിന് ഏറ്റവും അധികം വിഷമം തോന്നുന്നത് ക്യാൻസർ അല്ല, തെറിവിളികളും ശാപവാക്കുകളാണ്. എത്ര ശപിക്കുന്ന ആൾക്കാർ അത്രയും തളർന്നു പോകുക. ശരിക്കും പറഞ്ഞ് ഇതുപോലെയുള്ള കുറേ കുത്തുവാക്കുകളും ശാപവാക്കുകളൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഈ രോഗം ഇത്രയധികം മൂർച്ഛിക്കാൻ കാരണം. നിങ്ങൾ ആലോചിച്ചോ, ഏതൊരു ആൾക്കായാലും ടെൻഷൻ, ഉറക്കമില്ലായ്മ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ള ഒരു വഴിയില്ലാണ്ട് ഈ ഒരു കാര്യങ്ങളെ കൊണ്ട് തന്നെ ഡിപ്രഷൻ കൊണ്ട് തന്നെ ക്യാൻസർ വരാം. അതാണ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഉള്ളിലെ രഹസ്യം. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ രോഗത്തിന് കടിഞ്ഞാനിടാനായിട്ട് ഒരു പരിധി വരെയൊക്കെ ഡോക്ടർമാർക്ക് കഴിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗം പടർന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാമെന്ന് മാത്രം.
പിന്നെ മകനെ കാണാൻ മകൻ ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്ന് തുടങ്ങിയിട്ട് ദിവസം എത്രയായി. പലരും പറഞ്ഞു വന്നു എന്ന് പറയുന്നുണ്ട്. മകൻ വന്നിട്ടില്ല. അവൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, അവന് വേണ്ടിയിട്ടല്ല വരുന്നത്. നമ്മളെല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പോയി കണ്ട് ഒരു അഭിനയം എന്നുള്ള നിലയിൽ വരാമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. 10 അമ്മ ചമഞ്ഞു വന്നാലും പെറ്റമ്മയ്ക്ക് ഒക്കില്ല എന്ന് പറയും. അപ്പോൾ അതാണ് അവൻ്റെ മനസ്സിൽ. അവൻ്റെ അമ്മേനെ മാത്രം അവന് ഇഷ്ടമുള്ളൂ. പിന്നെ അവൻ്റെ ഒരച്ഛനിലുണ്ടായതാണ് ഋതപ്പൻ. അതെങ്കിലും ഒന്ന് ചിന്തിക്കാറുന്നു. പിന്നെ ഇൻഫെക്ഷൻ കാരണം ആരും അടുത്തേക്ക് വരുത്തുന്നില്ല. ഋതപ്പനെ പോലും കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. എല്ലാവർക്കും മാസ്കൊക്കെ വെച്ച് അകലെ നിന്ന് കണ്ട് സംസാരിക്കാം എന്ന് മാത്രമുള്ളൊരു ഇതിൽ. അപ്പോൾ രോഗത്തിൻ്റെ കാഠിന്യം എത്രയുണ്ടെന്ന് സീമാജി നായർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ കുട്ടി രേണു വീഡിയോ എടുക്കുമ്പോൾ അതൊന്നും മൂപ്പര് ആ ഒരു വിഷമങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും അറിയിക്കില്ല. അനുഭവിക്കുന്നത് മുഴുവൻ പുറത്ത് പറയില്ല. അതുകൊണ്ടാണല്ലോ ഈ രോഗം വന്നിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇത് പുറത്ത് പറയാണ്ട് ഇത് കൊണ്ട് നടന്നത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്, ശ്രീവിദ്യയുടെ ഫോട്ടോ ഇട്ടു. ശ്രീവിദ്യ ക്യാൻസർ വന്നിട്ട്, ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ് ഈ ബ്രസ്റ്റിൽ വന്നിട്ടാണ് ശ്രദ്ധിക്കാണ്ടാണ് മരിച്ചത്. അപ്പോൾ ശ്രീവിദ്യയുടെ ഫോട്ടോ ഇട്ടു, ജിഷ്ണുവിൻ്റെ ഫോട്ടോ ഇട്ടു. അങ്ങനെ അതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? പ്രേക്ഷകർക്ക് എങ്ങനെ, രേണുവിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് എങ്ങനെ മനസ്സിലാവുക രേണുവിന് ക്യാൻസറുള്ള കാരണം ഇങ്ങനെയുള്ള ഫോട്ടോസുകൾ ഇടുന്നുള്ളത്? അപ്പോൾ അതിലൊന്നും കാര്യമില്ല. രേണു ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ടെലിഫിലിമിൽ അഭിനയിച്ചു, കുറേ ഉദ്ഘാടനത്തിന് പോയി, ബിഗ് ബോസിൽ പോയി. ഇതൊക്കെയാണ് ഏറ്റവും വലിയ തെറ്റ്. ആ സമയത്ത് ചികിത്സിക്കാൻ പോയിങ്ങ ഇന്നിപ്പോൾ രേണു ഒരു കുഴപ്പമില്ലാണ്ട് ഈ രോഗത്തിൽ നിന്ന് മുക്തമായിട്ട് വരായിരുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ രേണു പോലും ശരിക്കും പറഞ്ഞാൽ തിരിച്ചു വരാം എന്നുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഓരോ ദിവസത്തുന്നുള്ളൂ. അതേപോലെയാണ് സ്ഥിതിഗതികൾ നടക്കുന്നത്. ഇതൊരു കീമോയിൽ നിൽക്കുന്നതല്ല, 6 കീമാണ്. ഒരാഴ്ച ഇടവിട്ട് വീണ്ടും പോകണം. അതിനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മരുന്നുകൾ നമ്മൾക്ക് നമ്മുടെ ശരീരം ഒബ്സർവേഷൻ ചെയ്യണം. അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു കാരണവശാലും ഈ കീമോ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ആർക്കും സാധിക്കില്ല. ഛർദിയാണ്, അതുപോലെ തന്നെ ലൂസ് മോഷൻ ഉണ്ടാവും, കഠിനമായ വേദന ഉണ്ടാവും. മരുന്നുകൾക്ക് ഒരു പരിധി വരെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളെ ഈ ശാപവാക്കുകൾ നിർത്തുക. നമ്മൾ ഒരാളെ ഇതുപോലെ ശാപവാക്കുകൾ പറഞ്ഞിട്ട് കൊല്ലാൻ വിടരുത്, മരിക്കാൻ വിടരുത്. നിങ്ങൾ നല്ല വാക്കുകൾ എന്തെങ്കിലും പറയാം. ഈ ബേഡ് കമൻറ്റുകൾ നിർത്തുക. അപ്പോൾ ഞാൻ തന്നെ വീടിക്കുമ്പോൾ എന്തോരം ആൾക്കാർ വന്നിട്ട് എന്നെ തെറി വിളിക്കുന്നു. അപ്പോൾ അതിലും നമുക്കൊന്നും വിഷമമുള്ള കാര്യമൊന്നുമല്ല. നമ്മളതിനൊന്നും ഒരാളോട് പോലും നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യാറില്ല. അതൊക്കെ കാണുന്നു. അവർക്കൊക്കെ നമ്മളൊരു ആടിനെ ഇട്ട് കൊടുക്കാറ്. സന്തോഷം, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ അവനവൻ ഇന്നല്ലെങ്കിൽ നാളെ അവർ അനുഭവിക്കേണ്ടതാണ്. നിങ്ങളുടെയും വീട്ടിൽ വരാം. രേണു പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ശാപവാക്കുകൾ പറയുന്നവർക്ക് ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാവാം. പക്ഷെ അതൊരു പരിധി കഴിയുമ്പോൾ ചിലപ്പോൾ പുറത്ത് വരുള്ളൂ. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ ഇതിൽ ഒറ്റ കാര്യമാണല്ലോ, നിങ്ങൾ ഒരു പൈസ പോലും വേണ്ട, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയൊരു മരുന്ന്. മമ്മൂട്ടിക്ക് വേണ്ടി എത്ര കോടി ജനങ്ങൾ പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ ചെറുപ്പക്കാരനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതാണ് പ്രാർത്ഥനയുടെ ബലം എന്ന് പറയുന്നത്. ഇത്രേ പറയാനുള്ളൂ. പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കാം. അത്ര തന്നെ.